ഹലോ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റററി തിയറി ആയിട്ടുള്ള ഫോമലിസമാണ്. ഫോമലിസം എന്ന് പറയുന്നത് ഏർലി 20th സെഞ്ച്വറിയിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ലിറ്റററി തിയറിയാണ്. ആൻഡ് അതിൻ്റെ ഫോക്കസ് പോയിരിക്കുന്നത് അതിൻ്റെ ഫോം, അതുപോലെ സ്ട്രക്ചർ, ലാംഗ്വേജ് എന്നതിലൊക്കെയാണ്. ഒരു ലിറ്റററി വർക്കിൻ്റെ ഫോം, സ്ട്രക്ചർ, ലാംഗ്വേജ് ഇതിനൊക്കെയാണ് ഫോക്കസ് പോയിരിക്കുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ ക്ലോസ് എക്സാമിനേഷനാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ഓതോറിയൽ ഇൻറ്റൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ ഇംപ്ലിക്കേഷൻസോ ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ ഒരു ടെക്സ്റ്റിന് മാത്രം ഫോക്കസ് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻട്രിൻസിക് ഫോം ആൻഡ് സ്ട്രക്ചർ. ഒരു വർക്കിൻ്റെ ഇൻറ്റേർണൽ എലമെൻറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പ്ലോട്ട്, ക്യാരക്ടർ, സെറ്റിംഗ്, ലാംഗ്വേജ് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഒരു വർക്കിൻ്റെ ഫോമും സ്ട്രക്ചറും ആ ഒരു ടെക്സ്റ്റിന് മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നും പറയുന്നുണ്ട്. അടുത്തത് ക്ലോസ് റീഡിങ്. ഒരു ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജും അതുപോലെ ലിറ്റററി ഡിവൈസിനെയൊക്കെ ക്ലോസ്ലി എക്സാമിൻ ചെയ്യുന്നു. അതുപോലെ എന്തൊക്കെ ഡിവൈസസ് ആണ് ഓതർ യൂസ് ചെയ്തിട്ടുള്ളത്, പല ഈസ്തറ്റിക് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നും ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓട്ടോണമി ഓഫ് ദി ടെക്സ്റ്റ്. ഒരു വർക്കിനെ സെൽഫ് കണ്ടെയ്ൻഡ് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാനുള്ളത്, അല്ലാതെ അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കല് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു വർക്കിനെ ഓതറിൻ്റെ ഇൻറ്റൻഷനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിനോ ബേസ് ചെയ്ത് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ഐഡിയയെ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പോയിൻ്റാണ് ഒബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫോമലിസ്റ്റ് ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിവിറ്റിക്കാണ്, അല്ലാണ്ട് സബ്ജക്റ്റിവിറ്റിക്ക് അല്ല. ഒരു ടെക്സ്റ്റിൻ്റെ ഒബ്സർവബിൾ അതുപോലെ മെഷറബിൾ ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ ആ ഒരു ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഈസ്തറ്റിക് എലമെൻറ്റ്സും പാറ്റേൺസും അതുപോലെ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സൊക്കെ സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് ഒന്നും തന്നെ ഇല്ലാണ്ട് എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലിറ്റററി ഡിവൈസസും ടെക്നിക്സും ഒക്കെ നോക്കുന്നുണ്ട്. ലിറ്റററി ഡിവൈസസ് ആയിട്ടുള്ള മെറ്റഫർ, സിംബലിസം, ഐറണി, ഇമേജറി ഇതിനെപ്പറ്റി എല്ലാം അതിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്തറ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓതർ എന്ത് കൈൻഡ്സ് ഓഫ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കോൺസെപ്റ്റാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത് ഒരു ഫെമിലിയർ ആയിട്ടുള്ള കാര്യത്തിനെ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള രീതിക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. അൺഫെമിലിയർ ആയിട്ടുള്ള രീതിക്ക് ഈ ഫെമിലിയർ ആയിട്ടുള്ള കാര്യം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കതൊരു പുതിയൊരു കൈൻഡ് ഓഫ് അനുഭവം തരുന്നു. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അതുപോലെ ലിറ്ററേച്ചറിനെ ആർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പെയിൻറ്റിങ് അല്ലെങ്കിൽ മ്യൂസിക്കിനെ പോലെ തന്നെ ഒരു ആർട്ട് ഫോമാണ് ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റൂൾസും കൺവെൻഷൻസും ഉണ്ട്. ഇതിൽ തന്നെ വരുന്നൊരു കാര്യമാണ് റഷ്യൻ ഫോമലിസം എന്ന് പറയുന്നത്. റഷ്യയിൽ ഈ ഫോമലിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത് സ്കോളേഴ്സ് ആയിട്ടുള്ള വിക്ടർ സ്ലോവ്സ്കി അതുപോലെ റോമൻ ജേക്കോബ്സൺ ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സാണ്. Russian formalists laid the groundwork for formalist principles, emphasizing linguistic and structural analysis. ലിംഗ്വിസ്റ്റിക് അതുപോലെ സ്ട്രക്ചറൽ അനാലിസിസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഫോമലിസം കൊടുത്തിട്ടുണ്ട്. While it has faced criticism for neglecting historical and contextual factors, its focus on the intrinsic elements of a text has influenced subsequent literary theories and analytical approaches. സോ ഹിസ്റ്ററിക്കൽ അതുപോലെ കോണ്ടെക്ച്വൽ ഫാക്ടേഴ്സിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള എലമെൻസിനെയാണ്. ഇതിൽ വരുന്ന കീ ഫിഗേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വിക്ടർ സ്ലോവ്സ്കി. അദ്ദേഹത്തിൻ്റെ എസ്സെയാണ് ആർട്ട് ആസ് ടെക്നിക് എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേൻ്റെ അകത്ത് ഡീഫെമിലിയറൈസേഷൻ അല്ലെങ്കിൽ ഒസ്ട്രാനനി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആർട്ടിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ അൺഫെമിലിയർ ആയിട്ട് കാണിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ ബോറിസ് എക്കൻബോം, അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ തിയറി ഓഫ് ദി ഫോമൽ മെത്തേഡ്. ഇതിൻ്റെ അകത്ത് ഫോമലിസ്റ്റ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുകയും അതുപോലെ ഒരു ലിറ്റററി വർക്കിൻ്റെ ഫോമിനും സ്ട്രക്ചറിനും എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്നും പറയുന്നുണ്ട്.
അടുത്തയാണ് യൂറി ടൈനിയനോവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഓൺ ലിറ്റററി എവല്യൂഷൻ. സോ ഇതെന്ന് പറയുന്നത് ലിറ്റററി ഫോംസ് എങ്ങനെയാണ് ഇവോൾവ് ആയി വന്നിട്ടുള്ളത്. നമ്മുടെ ബയോളജിക്കൽ എവല്യൂഷനെ പോലെ തന്നെ ലിറ്ററേച്ചറിലും ഒരുപാട് എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. അടുത്ത ആളാണ് റോമൻ ജക്കോബ്സൺ. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പോയറ്റിക്സ്. അദ്ദേഹം ഫോമലിസവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും അദ്ദേഹം സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിൽ പറയുന്നത് ലാംഗ്വേജും പോയട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ പോയറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും ഇതിനകത്ത് പറയുന്നുണ്ട്. These works represent key contributions of these scholars to the development of Russian formalism, a literary theory that had a profound impact on the study of literature and paved the way for structuralist and post-structuralist approaches. സോ ഈ ഒരു വർക്ക്സും അതുപോലെ ഈ ഒരു ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കാരണം റഷ്യൻ ഫോമലിസം എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ആവുകയും അതുപോലെ തന്നെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിൻ്റെ ആ ഒരു സ്റ്റഡിയെ ഇമ്പാക്റ്റ് ചെയ്യുകയും മറ്റ് പുതിയ അപ്രോച്ചസ് അല്ല സ്ട്രക്ചറലിസ്റ്റ് അതുപോലെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിനെയൊക്കെ അതൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു വേ കൊടുക്കുകയാണ് നമ്മുടെ ഫോമലിസം ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.